ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐക്കണിക് പ്രൊഫഷണലിൻ്റെ ഹോട്ട് ബ്രഷാണ്. അപ്പം ഇങ്ങനൊരു സൂപ്പർ പാക്കേജിലാട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ ഓൾറെഡി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നല്ല കട്ടിയുള്ള ഒരു ബോക്സിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. വേറൊന്നുമല്ല, ആ ബ്രഷ് ആ ബോക്സിൽ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രഷിൻ്റെ ആ ഒരു മാറ്റ് ഫിനിഷ് ലുക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വെയിറ്റുമാണ് ആ ബ്രഷിനുണ്ടായിരുന്നത്. അതേപോലെ അതിൽ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു മൈനസ് ആൻഡ് പ്ലസ് ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോർഷനും ഉണ്ട്. അതിൽ 210 ഡിഗ്രി സെൽഷ്യസ്, 180 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 160 ഡിഗ്രി സെൽഷ്യസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തിയിട്ട് അതിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് ഇതിലുള്ളത്. അതേപോലെ അതിൻ്റെ പ്ലഗിൻ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ മോഡലും മറ്റു കാര്യങ്ങളും ആ ബ്രഷിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊപ്പം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ബാഗിൽ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്നത് ഒരു മാനുവലാണ് കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തിൻ്റെ മുടിയിലാട്ടോ ഈ ഒരു ഹോട്ട് ബ്രഷ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. അപ്പം അവളുടെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയറാണ്, കേളിയാണ്, ഒരു വേവി കേളി ടെക്സ്ചറാണ് അവളുടെ മുടിക്കുള്ളത്. അതേപോലെ വളരെ തിന്നായിട്ട് ഉള്ള ഒരു ഹെയറാണ്. അപ്പം അവൾ അങ്ങനെ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഈ ഹെയറിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ആദ്യം തന്നെ ഞാൻ അവളുടെ മുടിയിലുള്ള ജടയൊക്കെ കളയുന്നുണ്ട്. അപ്പം നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, മുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഷാംപൂ ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് മുടിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി അവൾ ഹെയറൊക്കെ നന്നായിട്ട് ഷാംപൂ ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹെയറാണ്. അപ്പം തീരെ എണ്ണമയം പാടില്ല. എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചെയ്തത് വീണ്ടും ബാക്ക് ടു കേളി ഹെയറിലോട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണമയം പാടില്ല എന്ന് പറയുന്നത്. ബ്രഷ് ഓൺ ചെയ്ത് ഏകദേശം 1 മിനിറ്റോളം സമയമെടുക്കും കേട്ടോ, അത് നന്നായിട്ട് ചൂടായി വരാനെ കൊണ്ട്. അപ്പം ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസ് ഇട്ടാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ലോസ്റ്റ് ടെമ്പറേച്ചർ. അപ്പം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്രൗൺ പാർട്ടും, അതായത് മുടിയുടെ മേൽഭാഗവും താഴ്ഭാഗവും തമ്മിൽ ഒന്ന് ഭാഗിച്ച് വെക്കുന്നുണ്ട്. ഒന്ന് മേൽഭാഗം ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷം താഴത്തെ ഭാഗം നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. അപ്പം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നു, വേഗം നമുക്ക് മുടി സ്ട്രെയിറ്റായി കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഹെയർ നല്ല കേളി ഹെയർ ആട്ടോ. അപ്പോൾ ബേബി ഹെയർസൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ആകെ ഒരു മെനയായിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 തവണ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ ചെയ്തപ്പോൾ തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആയ പോലെ തോന്നി. ലൈക്ക് എനിക്ക് എന്നെ തന്നെ കാണാനൊരു ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2ാമത്തെ തവണയും ഞാൻ കെരാറ്റിൻ ചെയ്തു. പക്ഷേ ആദ്യം ചെയ്ത പോലെ ആയിരുന്നില്ല. 2ാമത്തെ തവണ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കുന്നില്ല. പകരം എനിക്കൊരു എന്തെങ്കിലും വേറൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷന് പോണ സമയത്തോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുടി ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് പോലെ എന്തെങ്കിലും കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഈ ഐക്കോണിക് ഹോട്ട് ബ്രഷ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ കുറേ അന്വേഷിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ പാർലറിലൊക്കെ പോകുന്ന സമയത്ത് അവർ സലൂണിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഐക്കോണിക്. അപ്പം ആ ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹോട്ട് ബ്രഷ് മേടിച്ചത്.
ഈ ബ്രഷ് ഡിസൈൻ ആയത് കാരണം ഈസിയാണ് യൂസ് ചെയ്യാനെ കൊണ്ട്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോഴത്തന്നെ നമ്മൾ മുടി മാനേജബിളായിട്ട് കിടക്കും. അതേപോലെ ഒരു വാഷ് വരെ നമ്മുടെ മുടി ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ഫസ്റ്റ് വാഷ് വരെ മുടി ഇങ്ങനെ തന്നെ കിടക്കും. ഒന്ന് വേവി ടെക്സ്ചറൊക്കെ ആവും, പക്ഷേ സ്റ്റിൽ നല്ല മാനേജബിളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് റിലേറ്റഡ് എന്തെങ്കിലും ക്വറീസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്. ബൈ.